നമസ്കാരം. ബഹുമാനാദരവുകൾ നിന്ന അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാം എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒരു ദിവസമാണിന്നല്ലേ. നമ്മുടെ കഴിവുകൾ തെളിയിക്കാൻ നമുക്ക് ലഭിക്കുന്ന ഒരു സുവർണ അവസരം. ഈ അവസരത്തിൽ എൻ്റെ കഴിവുകൾ തെളിയിക്കാൻ മാത്രമല്ല, മറിച്ച് ഇന്ന് ആധുനിക സമൂഹത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണെന്നല്ലേ, കുടുംബ മൂല്യങ്ങളുടെ പ്രാധാന്യം. പ്രശസ്തനായ ഒരു ചിന്തകനൊരിക്കൽ പറയുകയുണ്ടായി, കൂടുമ്പോൾ ഇമ്പമുള്ളതാണത്രേ കുടുംബം. എത്ര അർത്ഥവത്തായ വാക്കുകളാണല്ലേ. കുടുംബം സ്നേഹം കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ ലോകമാണ്. പരസ്പരം സ്നേഹിച്ച് ആ ലോകം നമുക്ക് സുന്ദരമാക്കാം. ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല സമ്മാനമാണ് നമ്മുടെ കുടുംബം. നാം ജനിച്ചു വളരുന്നതും സ്നേഹിക്കാനും ദയ കാണിക്കാനും പഠിക്കുന്നതും ലോകത്തെ മനസ്സിലാക്കുന്നതും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ്. എന്താണ് കുടുംബ മൂല്യങ്ങൾ? ലളിതമായി പറഞ്ഞാൽ, ഒരു കുടുംബം പിന്തുടരുന്ന എല്ലാ നല്ല ശീലങ്ങളും വ്യക്തിത്വങ്ങളുമാണവ. ഈ മൂല്യങ്ങളാണ് ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. നമ്മുടെ മാതാപിതാക്കളും മുതിർന്നവരും അവരുടെ ജീവിതത്തിലൂടെയും പ്രവൃത്തികളിലൂടെയും ഈ മൂല്യങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നു. ഈ മൂല്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും നമ്മെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നത്. യൂറോപ്യൻ പാർലമെന്റിനെ അഭിമുഖീകരിച്ചുകൊണ്ട് മുൻ പ്രസിഡന്റായിരുന്ന APJ അബ്ദുൽ കലാം പറഞ്ഞ ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ ഏതാനും ചില വരികൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മനസ്സിൽ നന്മയുണ്ടെങ്കിൽ സ്വഭാവം നല്ലതാകും. സ്വഭാവം നല്ലതായാൽ നമ്മുടെ വീട്ടിൽ സ്വരച്ചേർച്ചയുണ്ടാകും. നമ്മുടെ വീട്ടിൽ സ്വരച്ചേർച്ചയുണ്ടായാൽ നമ്മുടെ രാജ്യത്ത് ക്രമസമാധാനം ഉണ്ടാകും. നമ്മുടെ രാജ്യത്ത് ക്രമസമാധാനം ഉണ്ടായാൽ ഈ ലോകത്ത് തന്നെ സമാധാനം ഉണ്ടാകും. എത്ര അർത്ഥമുള്ള വാക്കുകളാണല്ലേ. സാംസ്കാരികമായ പാരമ്പര്യങ്ങളുടെ പിൻബലത്തിൽ നമ്മുടെ കൊച്ചു കേരളം ഏറെ ശക്തമായിരുന്നു. പട്ടിണിയും പരിവട്ടവുമായിരുന്നു അന്നത്തെ ജീവിതമെങ്കിലും പരസ്പര സ്നേഹത്തിനും ബഹുമാനത്തിനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് സാമ്പത്തികമായി നാം ഏറെ മുന്നിലാണ്. പട്ടിണിയും പരിവട്ടവും മിക്ക കുടുംബങ്ങളിലുമില്ല. എന്നാൽ നമുക്ക് മുമ്പുണ്ടായിരുന്ന ആ സ്നേഹവും ആർദ്രതയും എങ്ങോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇന്നവിടെ പാട്ടുകളില്ല, കഥകളില്ല. അത്യാർത്ഥിക്കും സ്വാർത്ഥതയ്ക്കും അവിടെ യാതൊരു സ്ഥാനവുമില്ല. സ്നേഹത്തിൻ്റെ പങ്കുവെക്കലിൻ്റെ പാഠങ്ങളാണ് കുടുംബം നമുക്ക് പകർന്നു നൽകുന്നത്. മാതാവിനെയും പിതാവിനെയും സ്നേഹം കൊണ്ട് പൊതിയുകയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും അന്തരീക്ഷം കുടുംബങ്ങളിൽ മുഴുകി നിൽക്കുകയും ചെയ്താൽ യാതൊരുവിധ പൈശാചിക ശക്തികൾക്കും അവിടെ സ്ഥാനം ലഭിക്കുകയില്ല. ഈ അടുത്തിടെ നടന്ന വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസും ഷഹബാസ് കൊലക്കേസും അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പല ആത്മഹത്യകളും ഇതിൽ ചൂണ്ടുന്നതും കുടുംബ മൂല്യങ്ങളുടെ തകർച്ചയിലേക്കാണ്. ഇതെൻ്റെ മാത്രം അഭിപ്രായമല്ല കേട്ടോ. ADGP മനോജ് എബ്രഹാം വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മളെ അറിയിച്ചതാണിത്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അത് സ്വർഗമാക്കുന്നതും നരകമാക്കുന്നതും നമ്മളെ തന്നെയാണ്. ഭാഷ കുടുംബ ബന്ധങ്ങളിൽ അകലം കൂട്ടുന്നു. ഭാഷയുടെ ലോകത്തിൽ നിന്നും സ്നേഹത്തിൻ്റെ മനോഭാവത്തിലൂടെ മുന്നേറിയാൽ കുടുംബം വജ്രം പോലെ തിളങ്ങും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. കൂടുമ്പോൾ ഇമ്പമില്ല എങ്കിൽ അവിടെ ഭൂകമ്പം. അതുകൊണ്ട് നമ്മുടെ വിജയത്തിനും നമ്മുടെ കുടുംബത്തിൻ്റെ വിജയത്തിനും നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനത്തിനും വേണ്ടി കുടുംബ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാമെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.